രാഹുലിനെതിരെ രാത്രിയിലും പാലക്കാട്ട് പ്രതിഷേധം. ബി.ജെ.പി. പ്രവർത്തകർ പാലക്കാട് നഗരത്തിൽ പ്രതിഷേധം നടത്തുന്നു. പ്രതീകാത്മകമായി രാഹുലിനെ ബി.ജെ.പി. മഹിളാ മോർച്ച പ്രവർത്തകർ ചങ്ങലക്കിട്ട് വലിക്കുന്നു. രാഹുൽ എം.എൽ.എ. സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ പ്രതിഷേധം. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബി.ജെ.പിയുടെ സമര പരിപാടികൾ പാലക്കാട് നഗരത്തിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധങ്ങളായ പ്രതിഷേധങ്ങൾ ബി.ജെ.പി. സംഘടിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ രാത്രി നേരത്തും ഇത്തരത്തിൽ രാഹുൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് ബി.ജെ.പി. നടത്തുന്നത്. ഇപ്പോൾ രാഹുലിനെ കെട്ടിവലിച്ചുകൊണ്ടാണ് ബി.ജെ.പി. പ്രതിഷേധിക്കുന്നത്. ബി.ജെ.പിയുടെ പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം. ആ പ്രതിഷേധത്തിൽ നമുക്ക് രാഹുലിന്റെ ദേഹത്തെ അണിയിച്ചിരിക്കുന്ന ചാറ്റുകൾ കാണാൻ സാധിക്കും. വിവാഹം കഴിക്കാൻ നിർബന്ധിക്കരുത്, വയറ്റിലുള്ള കുഞ്ഞിനെ കളയൂ, എന്താ മോളൂസെ ജാടയാണോ എന്നൊക്കെ തുടങ്ങിയ എഴുത്തുകൾ എഴുതിക്കൊണ്ട് രാഹുലിന്റെ 4 കൈകളിലും മറ്റു ശരീരത്തിന്റെ ഭാഗങ്ങളിലുമൊക്കെയായി ചങ്ങലയും ഘടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ നടു റോഡിലൂടെ രാഹുലിനെ ചങ്ങല കെട്ടി വലിക്കുന്നത്. ഒപ്പം പല കമ്പുകൾ കൊണ്ട് രാഹുലിനെ അടിക്കുന്നതും ഈ മഹിളാ മോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കുത്തുകയോ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഈ കോഴി രാഹുൽ രാജിവെക്കണം എന്നതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നമുക്ക് ഈ ഇവിടെയുള്ള മഹിളാ മോർച്ച പ്രവർത്തകരോടും മറ്റുമൊക്കെ ചോദിക്കാം. എന്താണ് നിങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത്? എന്താണ് പ്രധാനമായിട്ടും നിങ്ങൾ പറയുന്നത്? രാഹുൽ രാജിവെക്കണം തന്നെയാണ്. രാഹുൽ രാജിവെക്കുന്നവരെ ഈ സമരം തുടരുക തന്നെ ചെയ്യും. പ്രതീകാത്മക പ്രതിഷേധം എന്ന നിലയ്ക്കാണോ ഇത്തരത്തിൽ കെട്ടിവലിക്കുന്നത്? അതെ, രാഹുലിന്റെ പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ ഞങ്ങൾ ഇവിടെ മാതൃകാപരമായി അവതരിപ്പിക്കണു എന്ന് മാത്രം. കാരണം എല്ലാ വാട്സപ്പ് ചാറ്റുകളിലും അദ്ദേഹത്തിന്റെ എല്ലാ വൃത്തികെട്ട പരിപാടികളും ഞങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പരാതി ഉൾപ്പെടെ ബാലാവകാശ കമ്മീഷൻ അതുപോലെയൊക്കെ സമീപിച്ചിരുന്നു. അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതീകാത്മക പ്രതിഷേധങ്ങളും തുടരുകയാണ്. അതെ, തുടരുകയാണ്. കാരണം രാഹുലിന്റെ രാജി എന്നുള്ളത് അനിവാര്യമാണ്. പാലക്കാടിനെ സംബന്ധിച്ചുള്ള പാലക്കാടിലെ ജനങ്ങൾ ഇനി ഒരിക്കലും ഈ എം.എൽ.എ. സ്വീകരിക്കില്ല. അതാണ് ഞങ്ങളുടെ തീരുമാനം. പാലക്കാട് പ്രത്യേകിച്ച് സ്ത്രീകൾ തന്നെയാണ് ഈ രാത്രി ഈ പ്രതിഷേധ പരിപാടിയായിട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത്. സ്ത്രീകൾ തന്നെയാണ് ഈ രാത്രിയിലും. നിങ്ങൾ ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ അല്ലേ? അതെ, ഞങ്ങളെല്ലാവരും മഹിളാ മോർച്ച ഒന്നടങ്കം ഇന്ന് പാലക്കാടിൻ്റെ തെരുവുകളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം ഒരു നിയമസഭാ സാമാജികൻ അവനവരുടെ ആ നിയമസഭാ സാമാജികൻ്റെ മൊറയിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. ആ മൊറയിൽ വിട്ട ഒരു നിയമസഭാ സാമാജികൻ എന്ന് പറഞ്ഞാൽ അയാളെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളുകയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എം.എൽ.എ. ആണ് പാലക്കാട് ഭരിക്കുന്നതെന്ന് അറിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക് വളരെയധികം നാണക്കേടുണ്ട്. അദ്ദേഹം എത്രയും പെട്ടെന്ന് രാജിവെച്ച് തൻ്റെ എം.എൽ.എ. സ്ഥാനം രാജിവെച്ച് സ്ത്രീജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. അതുവരെ ഞങ്ങൾ ഈ സമരം തുടരും. സ്ത്രീകളോട് ഉൾപ്പെടെ മാപ്പ് പറയണമെന്നുള്ളതാണ്. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരത്തെയും ഇത്തരത്തിലുള്ള വിവിധ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഈ പ്രതിഷേധം തുടരുമെന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും രാഹുൽ എം.എൽ.എ. സ്ഥാനം രാജിവെച്ച് ഒഴിയും വരെ പാലക്കാടിൻ്റെ തെരുവീതികളിൽ അതിശക്തമായിട്ടുള്ള സമര പരമ്പരകൾ തന്നെ ഉണ്ടാവും. രാഹുൽ അന്തസ്സിൻ്റെ ഒരു അംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ നിമിഷം ഈ രാത്രി രാജിവെച്ച് പുറത്തു പോകണം. അത്തരത്തിലുള്ള തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുലിനെ സംരക്ഷിക്കുന്ന ഷാഫി പറമ്പിലും വി.ഡി. സതീശനും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഇതൊരു താക്കീതാണ്. രാഹുലിനെ തെരുവിലിറങ്ങി നടക്കാൻ അനുവദിക്കില്ല. രാത്രി മയങ്ങുമ്പോൾ, അന്തി മയങ്ങുമ്പോൾ രാഹുൽ എന്ന പകൽമാനിന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുകയാണ്. രാഹുലിന്റെ ഉള്ളിലെ ഗോവിന്ദച്ചാമിയാണ് അന്തി മയങ്ങുമ്പോൾ കാണുന്നത്. ഇവിടുത്തെ പാവപ്പെട്ട സഹോദരിമാർക്ക് രാത്രി സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ചാറ്റ് ചെയ്ത് ചീറ്റ് ചെയ്യുന്ന രാഹുലിനെതിരെ അതിശക്തമായ ഒരു പ്രക്ഷോഭം ഈ തെരുവുകളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. അതിന് രാപ്പകൽ വ്യത്യാസമുണ്ടാകില്ല. രാപ്പകൽ വ്യത്യാസമില്ലാത്ത സമര പരമ്പരകളാണ് പാലക്കാടിന്റെ തെരുവിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുതന്നെയാണ് രാഹുലിനെ പാലക്കാട്ടേക്ക് കാലുകുത്താൻ അനുവദിക്കില്ല. ഒപ്പം രാപ്പകൽ വ്യത്യാസമില്ലാതെ തങ്ങൾ തെരുവിൽ രാഹുലിന്റെ എം.എൽ.എ. സ്ഥാനം രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്നുള്ളതാണ് ബി.ജെ.പി. പ്രവർത്തകരും മഹിളാ മോർച്ച പ്രവർത്തകരും ഒക്കെ പറയുന്നത്. ഇപ്പോൾ ഏതായാലും ആ പ്രതിഷേധം ഇങ്ങനെ പുരോഗമിക്കുന്നു. നഗരത്തിൽ താരേക്കാട് ഭാഗത്തു നിന്നാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത്. താരേക്കാട് ഭാഗത്തു നിന്നും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ് ഇപ്പോൾ പ്രതിഷേധം നീങ്ങുന്നത്. ഏതായാലും ശക്തമായ പ്രതിഷേധം തന്നെയാണ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. നേരത്തെ മഹിളാ മോർച്ച പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിലേക്ക് കോഴിയുമായി പ്രതിഷേധ മാർച്ച്
സംഘടിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ വിക്ടോറിയ കോളേജിന് മുന്നിൽ മെഗാ ക്യാമ്പയിൻ ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രതിഷേധവുമായി പാലക്കാട് നഗരത്തിൽ ഈ രാത്രി നേരത്തും BJP പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.